മെയ്കണ്ഠദേവൻ്റെ ശിവജ്ഞാനബോധത്തിലെ അടുത്ത ഒരു പദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. ഉളതിലെന്തലിൻ എനതുടൽ എൻ്റലിൻ ഐമ്പുലനൊടുക്കം അറിതലിൻ കൺപടിൽ ഉണ്ടിവിனை ഇൻമെയ്യിൻ ഉണർത്ത ഉണർതലിൻ മായാ യന്തിരന്തിനു വിൺമൾ ആത്മാ മായാ യന്തിരന്തനുവിനുൾ ആത്മാ. മായായന്ത്രമാകുന്ന ശരീരത്തിനുള്ളിൽ ആത്മാവുണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാം. ഇതാണ് പറയുന്നത്. അപ്പോൾ മായായന്ത്രമാകുന്ന ശരീരത്തിൻ്റെ ഉള്ളിൽ ആത്മാവ് കുടികൊള്ളുന്നു. അപ്പോൾ ഈ ശരീരത്തിൻ്റെ ഉള്ളിലാണ് ആത്മാവ് കുടികൊള്ളുന്നത്. എങ്ങനെയുള്ള ശരീരമാണെന്ന് നോക്കൂ. ഉണ്ടെന്നും ഇല്ലെന്നും പറയുന്നത് കൊണ്ടും എൻ്റെ ദേഹം എന്ന വ്യവഹാരമുള്ളത് കൊണ്ടും ശരീരം ഉണ്ട് എന്ന് ഉറപ്പിക്കാം. അഞ്ചിന്ദ്രിയങ്ങളും അവയുടെ പ്രവർത്തനവും നമ്മളെ ശരീരബോധത്തിലേക്ക് നയിക്കുന്നു. ഈ അഞ്ചിന്ദ്രിയങ്ങളും ഒടുങ്ങുന്നതിനെയും നമുക്ക് അറിയാൻ കഴിയും. പ്രത്യേകിച്ചും നിദ്രയിൽ ആഹാരാദിക്രിയകളൊന്നും ഇല്ലാതിരിക്കുന്നു. പക്ഷേ ഉണരുമ്പോൾ ഉണരുന്നതുകൊണ്ടും ഈ ശരീരം ഉണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാം. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ശരീരത്തെക്കുറിച്ചിട്ടും ആത്മാവിനെക്കുറിച്ചിട്ടുമാണ് പറയുന്നത്. ശരീരമുണ്ട് എന്ന് നമുക്ക് തീർച്ചയായിട്ടും അനുമാനിക്കാം. അത് നമുക്ക് ബോധ്യമുണ്ട്. യുക്തിപരമായി നമുക്ക് അത് കാണാൻ കഴിയും. ശരീരത്തെ നമുക്ക് കാണാൻ കഴിയും. അതിലെ 5 ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നതും രാത്രിയിൽ, അതായത് നിദ്രയിൽ ഉറങ്ങുന്നതും നമുക്ക് അനുഭവിക്കാൻ കഴിയും. പിന്നെ ഉണരുകയും ചെയ്യുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ശരീരമുണ്ട്. പക്ഷേ ശരീരം ഉറങ്ങിക്കഴിഞ്ഞ് ഉണരുന്നതായിട്ട് നമുക്ക് ബോധ്യപ്പെടുന്നു. അങ്ങനെ ഉണരുമ്പോൾ നാം എന്തറിയുന്നു? ഈ മായായന്ത്രമാകുന്ന ശരീരത്തിനുള്ളിൽ ആത്മാവുണ്ട് എന്ന് നാം അറിയുന്നു. മായാ ഇന്ദ്രിയന്തനുവിനുൾ ആത്മാ. ഈ ഇന്ദ്രിയങ്ങൾ നിറഞ്ഞ ശരീരത്തിൻ്റെ ഉള്ളിൽ ആത്മാവുണ്ട്. അപ്പോൾ ഇവിടെ മെയ്കണ്ഠദേവൻ ഒരു സത്യം നമ്മളോട് പറയുകയാണ്. ഈ ശരീരം മാത്രമല്ല ഉള്ളത്, ശരീരത്തിൻ്റെ ഉള്ളിൽ ഒരു ആത്മാവുണ്ട്, ഒരു ജീവാത്മാവുണ്ട് എന്ന് നമുക്ക് തീർച്ചയായിട്ടും ബോധ്യപ്പെടും. അപ്പോൾ ശരീരവും ആത്മാവും നമ്മിൽ കുടികൊള്ളുന്നു. ശരീരത്തിനുള്ളിൽ ഈ ആത്മാവുണ്ട്. ഇതുതന്നെയാണ് കൈവല്യ നവനീതത്തിലും പറയുന്നത്. നോക്കൂ, അന്ധഃകരണമായ മനസ്സും ബുദ്ധിയും അഹങ്കാരവും ആത്മാവാണോ? തീർച്ചയായിട്ടും ആത്മാവല്ല. മനോമയ കോശവും പ്രാണമയ കോശവും അടങ്ങിയ ഇവ രണ്ടും സത്വഗുണവികാരമാണ്. സ്വപ്നത്തിലും സുഷുപ്തിയിലുമുള്ള ആനന്ദമയനും താമസ അജ്ഞാനവൃത്തിയുടെ വികാരമായതിനാൽ ഇവ രണ്ടും ആത്മാവാകുന്നില്ല. അതായത് സ്ഥൂലദേഹം മുതൽ അവിദ്യാപര്യന്തമുള്ള ദേഹത്രയങ്ങൾ, അവസ്ഥാത്രയങ്ങൾ, അഭിമാനത്രയങ്ങൾ, പഞ്ചകോശങ്ങൾ ഇവയൊന്നും ആത്മാവല്ല. ഈ പഞ്ചകോശങ്ങളുടെയും ഉള്ളിൽ ആത്മാവ് സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ഈ ശരീരത്തിനുള്ളിൽ ആത്മാവ് കുടികൊള്ളുന്നു. ഇത് നിത്യാനന്ദ ഭഗവാൻ ഇത് വളരെ എളുപ്പത്തിൽ വിവരിക്കുന്നുണ്ട്. നിത്യാനന്ദ ഭഗവാന്റെ ചിദാകാശ ഗീതയിൽ
നിത്യാനന്ദ ഭഗവാൻ പറയുന്നത് നോക്കൂ, ശരീരം എന്നതൊരു ഗുഹയാണ്, അതിലാണ് ആത്മാവിൻ്റെ വാസം. അപ്പോൾ ഒരു ഗുഹയാണ് ഈ ശരീരം എന്ന് പറയുന്നത്, അതിൻ്റെ ഉള്ളിലാണ് ആത്മാവ് വസിക്കുന്നത്. ശരീരത്തിലിരിക്കുന്ന ആത്മാവ് പിന്നീട് മോക്ഷം പ്രാപിക്കണം. പക്ഷിയല്ല, കൂടാണപ്പോൾ നശിക്കുന്നത്. കൂട് മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. ഞരമ്പുകളും നാഡികളുമാണ് മണ്ണ്. മാംസനിർമ്മിതമായ ഈ ശരീരം മരണവിധേയമാണ്. ഒരൊറ്റ ദിവസം വെള്ളം കൊണ്ട് ശുചിയാക്കിയാതിരുന്നാൽ അവ ദുർഗന്ധം വമിക്കുന്നതായിത്തീരുന്നു. മനുഷ്യ ശരീരത്തെ വിശ്വസിക്കുക വയ്യ. ഇതാണ് നിത്യാനന്ദ ഭഗവാന്റെ അരുൾമൊഴി. മനുഷ്യജീവിതത്തെ പ്രധാനമായും കൊണ്ടു നടക്കുന്നത് ഈ മനുഷ്യ ശരീരം തന്നെയാണ്. ശരീരത്തിൻ്റെ ആത്മാവിൻ്റെ ആവാസമായ ഒരു ഗുഹയാണ് ഈ മനുഷ്യ ശരീരം. ആത്മാവ് ഈ ഗുഹയിൽ നിന്ന്, ശരീരത്തിൽ നിന്ന് മോചനം പ്രാപിക്കണം. അതാണ് പരമപുരുഷാർത്ഥമായ മോക്ഷം. അതിൻ്റെ കൂടാകുന്ന ശരീരത്തിന് മാത്രമാണ് നാശം. അപ്പോൾ ശരീരത്തിന് മാത്രമേ നാശമുള്ളൂ. അതിൻ്റെ ഉള്ളിലുള്ള ആത്മാവിന് ഒരിക്കലും നാശമില്ല. അപ്പോൾ ഈ ശരീരമാകുന്ന ഗുഹയ്ക്കുള്ളിൽ ആത്മാവ് അനശ്വരമായി നിലകൊള്ളുന്നു. അത് ശരീരത്തെ ഉപേക്ഷിച്ച് മോക്ഷം പ്രാപിക്കുകയും ചെയ്യുന്നു. ശ്രീമദ് ഭഗവത്ഗീതയിലെ ഒരു ഭാഗം ഇത് തന്നെയാണ്. ഏതു വസ്തുവിനാൽ വ്യാപിക്കപ്പെട്ടിരിക്കുന്നുവോ അതിനെ, അതായത് ആത്മാവിനെ, നാശമില്ലാത്തതാണെന്ന് അറിഞ്ഞാൽ അവ്യയമായ അതിനെ, ആത്മാവിനെ നശിപ്പിക്കാൻ ആർക്കും കഴിയുന്നതല്ല. സച്ചിദാനന്ദ സ്വരൂപനായ ആത്മാവ് ജനിക്കുകയോ മരിക്കുകയോ ചെയ്യുന്നില്ല. ഇത് തെറ്റായ കാരണത്തിൽ നിന്ന് ഉണ്ടായതല്ല. ഇതിൽ നിന്ന് മറ്റൊരു കാര്യവും ഉണ്ടായിട്ടുമില്ല. ഉൽപ്പത്തിയും നാശവുമില്ലാത്തവനും അപക്ഷയ വർജിതനും പണ്ടും ഇന്നും ഒരേപോലെ നവീനനായിരിക്കുന്നവനുമായ ഈ ആത്മാവ് ദേഹത്തിൻ്റെ നാശത്തിലും നശിക്കാതെ നിൽക്കുന്നു. ഈ ആത്മാവ് നാശമില്ലാത്തവനും എങ്ങും വ്യാപിച്ചിരിക്കുന്നവനും സ്ഥിര സ്വഭാവമുള്ളവനും ചലിക്കാത്തവനും അനാദിയായവനുമാകുന്നു. ദേഹമാണ് നശിക്കുന്നതും ആത്മാവ് നാശമില്ലാത്തതാണെന്നും താൻ ദേഹമല്ല നിത്യമായ ആത്മാവാണെന്നും ബോധ്യമായവന് പിന്നെ ഒരിക്കലും ഒരു ദുഃഖവും ഉണ്ടാവില്ല. കാണപ്പെടാൻ പാടില്ലാത്ത അവസ്ഥയിൽ വന്ന് അങ്ങോട്ട് തന്നെ പോയി അവൻ നിൻ്റെയല്ല, നീ അവൻ്റെയല്ല, വെറുതെ എന്തിനു വ്യസനിക്കുന്നു എന്നാണ് ശരീരത്തോട് ആത്മാവ് പറയുന്നത്. ശരീരം മൺമയമാകയാൽ അത് നശിച്ച് മണ്ണാകുക തന്നെ ചെയ്യും. ഞരമ്പുകളും നാഡികളും ഒടുവിൽ മണ്ണായി മാറുകയും ഭൂമിയോട് ചേരുകയും ചെയ്യുന്നു. ഇതുതന്നെയാണ് ശാരീരികോപനിഷത്തിലും പറയുന്നത്. ശരീരഘടന ഇത്തരത്തിലാണെന്നും മണ്ണായി മറയുന്ന നിസാര വസ്തുവാണ് ശരീരമെന്നും അറിയാത്തവരാണ് അംഗസൗന്ദര്യത്തിലും ദേഹാഭിമാനത്തിലും വൃഥാ ഭ്രമിക്കുന്നത്. ഒരൊറ്റ ദിവസമെങ്കിലും കുളിക്കാതിരുന്നാൽ പിന്നെ ശരീരം ദുർഗന്ധം വഹിക്കുന്ന ഒന്നായി മാറുന്നു. അതിനാൽ ശരീരത്തിലുള്ള ഭ്രമം, അതിനെയാണല്ലോ അജ്ഞാനികൾ ഞാൻ എന്ന് കരുതുന്നത്, ഉപേക്ഷിക്കുക തന്നെ വേണം. എങ്കിൽ മാത്രമേ ആത്മീയമായി പുരോഗതി ഉണ്ടാവുകയുള്ളൂ. പഞ്ചേന്ദ്രിയങ്ങളാൽ എല്ലായ്പ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്ന സ്വഭാവത്തോടു കൂടിയതും ജലമലങ്ങൾ നിറഞ്ഞതും ആപത്തുകൾക്ക് ഇരിപ്പിടവും വാതപിത്ത കഫങ്ങളുടെ വാസസ്ഥാനവും ഉറപ്പില്ലാത്ത 9 വാതിലുകളുള്ളതും ഒടുവിൽ ചുടലച്ചാമ്പലായി ശേഷിക്കുന്നതുമാണ് ഈ ശരീരം. അപ്പം ജ്ഞാനക്കോവയിലും ഇത് തന്നെയാണ് പറയുന്നത്. ഈ ശരീരം എന്ന് പറയുന്ന 9 വാതിലുകളുള്ള ഒരു ചുടലച്ചാമ്പലായി തീരേണ്ട ഒരു വസ്തുവാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട്
സത്യങ്ങൾ ഇവിടെ മെയ്ക്കണ്ട ദേവൻ പറയുന്നു. പറഞ്ഞതിൻ്റെ ചുരുക്കം ഇതാണ്: ശരീരമാകുന്ന ഗുഹയ്ക്കുള്ളിൽ ആത്മാവ് കുടികൊള്ളുന്നു. ഈ ശരീരം നശിക്കുമ്പോൾ ആത്മാവ് മോക്ഷത്തെ പ്രാപിക്കുകയും ചെയ്യുന്നു. എൻ്റെ സ്വരൂപത്തിൽ ഞാൻ ആധാരമായും അധിഷ്ഠാനമായും ദൃഷ്ടാവായും ഇരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ സ്വരൂപം, അതായത് എൻ്റെ ആത്മാവിൽ ഞാൻ ആധാരമായും അധിഷ്ഠാനമായും ദൃഷ്ടാവായും ഇരിക്കുന്നു. നമ്മുടെ സാക്ഷാൽ സ്വരൂപം തന്നെ ശിവമാണ്. മഹത്ത്, അതായത് ആത്മാവാണ് നമ്മുടെ ശരീരത്തിൻ്റെ സാക്ഷാൽ സ്വരൂപം. മഹാത്മാക്കൾ മോചനത്തിനായി കർമ്മം, ഭക്തി, യോഗം, ജ്ഞാനം ഇവ വിധിച്ചിരിക്കുന്നു. ഈശ്വരൻ ഈ ഉപാധിയെ സൃഷ്ടിച്ചിരിക്കുന്നത് കർമ്മം, ഭക്തി, യോഗം, ജ്ഞാനം എന്നതിൽ കൂടി തന്നെയാണ്. അതായത് പൃഥ്വി, ജലം, അഗ്നി, വായു, ആകാശം ഇവ സമ്പുടമായി ഈശ്വര ചൈതന്യത്തോടു കൂടി സൃഷ്ടിച്ചിരിക്കുന്നു. മോചനത്തിനു വേണ്ടി ഈ കർമ്മം, ഭക്തി, യോഗം, ജ്ഞാനം ഇവ തന്നെ നാം അറിവോടുകൂടി വിവേചിച്ച് ഉപയോഗിക്കുന്നതായാൽ ഉൽപ്പത്തി സ്ഥാനത്ത്, അതായത് ആത്മാവിൽ തന്നെ നമുക്ക് എത്തിച്ചേരാൻ പറ്റും. അതായത് നമ്മുടെ സ്വരൂപം അറിവ്, അസ്ഥി ഭാതി പ്രിയമെന്ന് മനസ്സിലാകുന്നു. അപ്പോൾ നമ്മുടെ സ്വരൂപം എന്ന് പറയുന്നത് ശിവമാണ്, ആത്മാവാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട സ്വഭാവം എന്താണ്? അസ്ഥി ഭാതി പ്രിയം എന്ന് മൂന്നെണ്ണമാണ്. അസ്ഥി എന്ന് വെച്ചാൽ ഉണ്ട്, അതൊരിക്കലും നശിക്കുന്നില്ല. പിന്നെ ഭാതി, അത് എപ്പോഴും പ്രകാശിച്ചു കൊണ്ടേയിരിക്കുന്നു. പിന്നെ പ്രിയം, സ്നേഹം. ആ സ്നേഹത്തിലാണ് ശിവം കുടികൊള്ളുന്നത്. അൻപേ ശിവം. ശിവം എന്ന് പറയുന്നത് സ്നേഹം തന്നെയാണ്. അപ്പോൾ ആത്മാവിൻ്റെ 3 സ്വഭാവങ്ങൾ ഏതൊക്കെയാണ്? അസ്ഥി ഭാതി പ്രിയം. അസ്ഥി എന്ന് വെച്ചാൽ ഐ ആം ദാറ്റ് ഐ ആം, ഞാനുണ്ട് എന്ന അവസ്ഥ. പിന്നെ അതേപോലെ തന്നെ പ്രകാശം, എപ്പോഴും ആത്മാവ് പ്രകാശിച്ചു കൊണ്ടേയിരിക്കുന്നു. പിന്നെ പ്രിയം, സ്നേഹം, അൻപേ ശിവം. ഇതാണ് ആത്മാവിൻ്റെ സ്വരൂപം. അപ്പോൾ ഓർക്കുക, ശരീരം എന്ന് പറയുന്നത് ക്ഷണികമാണ്, അത് നശിച്ചു പോയേക്കാം. പക്ഷേ ഈ ശരീരത്തിനാകുന്ന ഗുഹയ്ക്കുള്ളിലിരിക്കുന്ന സ്ഫുടരത്നമാണ് ആത്മാവ്. ഈ ആത്മാവ് എപ്പോഴും പ്രകാശിച്ചു കൊണ്ടേയിരിക്കുന്നു. അതെപ്പോഴും നിലനിൽക്കുന്നു, അതിനൊരിക്കലും നാശമില്ല. അത് സ്നേഹം കൊണ്ട് നിറഞ്ഞതാണ്. ഈ ലോകത്തെ മുഴുവനും സ്നേഹത്താൽ നിറയ്ക്കുന്ന അൻപേ ശിവമാണ് ആത്മാവ്. അപ്പോൾ ശിവം എന്ന് പറയുന്നത് അൻപ് തന്നെയാണ്, സ്നേഹം തന്നെയാണ്. ഈ സ്നേഹമാണ് സ്ഥായി സ്വരൂപം. അപ്പോൾ നോക്കുക, ഇവിടെ പറഞ്ഞു വരുന്നത് എന്തൊരു മഹത്തായ ഒരു ഇതിഹാസ സത്യമാണെന്ന് നോക്കൂ. നമ്മുടെ ശരീരത്തിന് ഉള്ളിൽ അസ്ഥി ഭാതി പ്രിയം എന്ന് 3 ഗുണങ്ങളോട് കൂടിയ ആത്മാവ് സ്ഥിതി ചെയ്യുന്നു. ഈ ആത്മാവിന് ഒരിക്കലും നാശമില്ല. അതായത് സ്നേഹത്തിന് ഒരിക്കലും നാശമില്ല. അഖിലസാര സ്നേഹമാണ് ഈ ഉലകിൽ ആകെയുള്ളത്. ഈ ലോകത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് സ്നേഹമാണ്, അൻപേ ശിവം. ഇത് തന്നെയാണ് ശൈവ ദർശനത്തിൻ്റെ കാതലും അതേപോലെ മെയ്ക്കണ്ട ദേവരുടെ ആ ഇതിഹാസ തുല്യമായ ശിവജ്ഞാന ബോധത്തിൻ്റെ കാതലും. അപ്പോൾ അസ്ഥി ഭാതി പ്രിയം എന്നുള്ള ആത്മാവിൻ്റെ 3 ഗുണങ്ങൾ ഈ ശരീരത്തിന് ഉള്ളിൽ ഗുഹയിലെ സ്ഫുടരത്നം എന്ന പോലെ ശോഭിക്കുന്നു. അപ്പോൾ ഓർക്കുക, ഈ ശരീരം എത്ര ദിവ്യമാണെന്ന് നോക്കൂ. ആ ശരീരത്തിൻ്റെ ഉള്ളിലാണ് ആരിയിരിക്കുന്നത്? ഈ ഗുഹയുടെ ഉള്ളിലാണ് സ്ഫുടരത്നമായ ആത്മാവ് ശോഭിക്കുന്നത്. ഈ ഉള്ളിടത്തോളം കാലം നാം സ്നേഹമാണ് ആത്മാവ് എന്നറിയുന്നു. ആ സ്നേഹത്തിനൊരിക്കലും
നാശമില്ല, അതുപോലെ പ്രകാശമാണ് എന്നറിയുന്നു. ഈ പ്രകാശത്തിനൊരിക്കലും നാശമില്ല, അതെപ്പോഴും പ്രകാശിച്ചു കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഓർക്കുക, ഈ ശരീരം പ്രകാശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ പ്രകാശത്തെ നമ്മുടെ നഗ്നനേത്രങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷേ മൂന്നാമത്തെ ആജ്ഞാചക്രത്തിലെ കണ്ണുകൾ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രകാശത്തെ എപ്പോഴും കണ്ടുകൊണ്ടേയിരിക്കാൻ കഴിയും. ഇതിനെയാണ് ശിവജ്യോതി എന്ന് പറയുന്നത്, പരഞ്ജ്യോതി, ആത്മജ്യോതി. വള്ളലാർ പറയുന്ന ആ ആത്മജ്യോതി ഇതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ശരീരം എപ്പോഴും വെള്ളവസ്ത്രം കൊണ്ട് മൂടിക്കൊണ്ടിരുന്നത്. കാരണം ഈ ആത്മജ്യോതി എപ്പോഴും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അത് വെള്ളവസ്ത്രം കൊണ്ട് അദ്ദേഹം മൂടിക്കൊണ്ടിരുന്നിരുന്നു. എവിടെ സഞ്ചരിച്ചാലും വെള്ളവസ്ത്രം കൊണ്ട് ശരീരമാകെ മൂടുമായിരുന്നു. അത് ഈ പ്രകാശധാരയെ തന്നിൽ തന്നെ നിർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ പ്രകാശധാരയാണ് സത്യം, ആത്മാവ്. ഈ സ്നേഹമാണ് ആത്മാവ്. ഈ ഉണ്ട് എന്ന അവസ്ഥ, ഐ ആം ദാറ്റ് ഐ ആം എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ മൂന്ന് അവസ്ഥകളും ആത്മാവിൻ്റേതാണ്. ഈ ആത്മാവ് എവിടെ കുടികൊള്ളുന്നു? ശരീരമാകുന്ന ഗുഹയ്ക്കുള്ളിൽ സ്ഫുടരത്നമായി പ്രകാശിച്ചു കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ, അൻപേ ശിവം. ഓം ശിവായ.